ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്ന കേരള ലോട്ടറിയുടെ 11/6/2025 ധനലക്ഷ്മി DL5 എന്ന ലോട്ടറിയുടെ ഗസിംഗ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളോട് ഇന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ വളരെ സപ്പോർട്ട് നമുക്ക് വളരെ കുറവാണ് വീഡിയോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് തന്നാൽ മാത്രമേ ഇനി തുടർന്നും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുത്തുള്ളൂ. നമുക്ക് വീഡിയോ കാണുന്നവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ, എങ്കിലും നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പല ആൾക്കാരും വീഡിയോ കാണുന്നതല്ലാതെ ലൈക്ക് ചെയ്യുന്നില്ല. നമുക്കതുകൊണ്ട് സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് വരുന്നത്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് 10/6/2025 റിസൾട്ട് ഒന്ന് നോക്കാം. SO 178246 എന്നാണ് റിസൾട്ട് വന്നിരുന്നത്. നമ്മൾ ഗസ്സിങ് ശ്രീശക്തിയുടെ കൊടുത്തിരുന്നത് ഓൾ ബോർഡ് 4ഉം 6ഉം ആയിരുന്നു. 4ഉം 6ഉം 2ഉം പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ബോർഡ് നോക്കുകയാണെങ്കിൽ ബി ബോർഡ് സി ബോർഡ് 246 വന്നത്. സി ബോർഡ് 4 പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ AB 246. ബാക്കി എല്ലാം ജസ്റ്റ് മിസ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ ഓൾ ബോർഡും സി ബോർഡും മാത്രമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധനലക്ഷ്മി DL5ൻ്റെ ഗസ്സിംഗ് നമ്പർ നമുക്ക് നോക്കാം. നമ്മളെന്നും പറയുന്ന പോലെ തന്നെ വിന്നിംഗ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പറുകൾ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ എ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 + 7 8, 2 + 8 10, 4 + 6 10. അതുപോലെ തന്നെ ബി ബോർഡ് എടുത്തിരിക്കുന്നത് വിന്നിംഗ് റിസൾട്ടിൻ്റെ ആദ്യത്തെ 2 നമ്പർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് ബി ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 + 2 3, 7 + 4 11, 8 + 6 40. ഇങ്ങനെയാണ് നമുക്ക് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. സി ബോർഡിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ വിന്നിംഗ് റിസൾട്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പരും DLൻ്റെ ലാസ്റ്റ് ധനലക്ഷ്മിയുടെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ധനലക്ഷ്മിക്ക് 3 ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് വൈസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ 3 ഡിജിറ്റ് ആക്കി പ്ലസ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 + 1 3, 4 + 1 5, 6 + 5 11. ഇങ്ങനെയാണ് നമുക്ക് സി ബോർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് എ ബോർഡ്, ബി ബോർഡ്, സി ബോർഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എ ബോർഡിൽ 833, ബി ബോർഡിൽ 015, സി ബോർഡിൽ 041. ഇങ്ങനെയാണ് എ ബോർഡ്, ബി ബോർഡ്, സി ബോർഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ AB, BC, AC നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 5 നമ്പർ വീതം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ABയിൽ 80 31 35 85 30. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ബി ബോർഡ് വരുന്നത് 00 14 51 54 01. ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. AC-ലോട്ട് വരുവാണെങ്കിൽ 80 34 31 81 30. ഇങ്ങനെയാണ് AC കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ലാസ്റ്റ് ഒരു 8 നമ്പർ 3 ഡിജിറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ നോക്കുവാണെങ്കിൽ 800 314 351 851 300 231 513 305. ഇങ്ങനെയാണ് 8 നമ്പർ നമ്മൾ ഡയറക്റ്റ് നമ്പറായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു നമ്പറോ 2 നമ്പറോ അങ്ങോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു 90% 3 ഡിജിറ്റ് നമ്പർ ഇതാണ് വരാൻ സാധ്യതയുള്ള നമ്പർ. അപ്പോൾ അതിൽ നിന്നും നമ്മളൊരു ഓൾ ബോർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത് 1 ആണ് കിട്ടുന്നത്. സെക്കൻഡ് ചാൻസ് വരുന്നത് 3. അപ്പോൾ 1, 3 നമുക്ക് ഓൾ ബോർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ മറക്കാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ സപ്പോർട്ട് വളരെ കുറവാണ്. തുടർന്ന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിന്നിങ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.